നമസ്കാരം. മധ്യപൂർവേഷ്യയിൽ വീണ്ടും സംഘർഷം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ ചെങ്കടലിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക സംഘർഷ സാധ്യതകൾ ഉയർന്നതിനെ തുടർന്ന് അമേരിക്ക ചെങ്കടൽ മേഖലയിലേക്ക് വിന്യസിച്ചിരുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലിൽ തീപിടുത്തം ഉണ്ടായതായി അമേരിക്കൻ നാവികസേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് പുതിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ ഈ കപ്പലിൽ ഉണ്ടായ തീപിടുത്തം സാധാരണ സാങ്കേതിക പ്രശ്നമോ അതോ വലിയ സൈനിക ഭൂരാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സംഭവമോ എന്ന ചോദ്യം ഇപ്പോൾ വിവിധ വൃത്തങ്ങളിൽ ഉയരുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ ഔദ്യോഗിക വിശദീകരണ പ്രകാരം കപ്പലിന്റെ ഉൾഭാഗത്തുള്ള ഒരു സാങ്കേതിക വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്നും കപ്പലിന്റെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സംഭവം അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും സൈനിക തയ്യാറെടുപ്പിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. USS ജെറാൾഡ് ആർ ഫോർഡ് അമേരിക്കയുടെ ഏറ്റവും പുതിയതും ഏറ്റവും പുരോഗമനപരവുമായ വിമാനവാഹിനി കപ്പൽ വർഗത്തിലെ ആദ്യ കപ്പലാണ്. $13 ബില്യൺ ചിലവിൽ നിർമ്മിച്ച ഈ ഭീമൻ കപ്പൽ അമേരിക്കൻ നാവികശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 75ലധികം യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ ആണവ ശക്തിയിൽ പ്രവർത്തിക്കുന്നതും ആധുനിക റഡാർ സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട ഏതൊരു സംഭവവും ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സ്വാഭാവികമാണ്. ചെങ്കടൽ പ്രദേശം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നാണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലെ വ്യാപാര ഗതാഗതത്തിന്റെ വലിയൊരു പങ്ക് ഈ കടൽ മാർഗം വഴിയാണ് നടക്കുന്നത്. സുവസ് കനാലിലേക്കുള്ള പ്രവേശന കവാടമായ ഈ മേഖലയിലെ സൈനിക സാന്നിധ്യം ഏത് രാജ്യത്തിനും വലിയ തന്ത്രപ്രധാനത നൽകുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക സംഘർഷ സാധ്യതകൾ വർദ്ധിച്ചതോടെ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഈ മേഖലയിലെ സുരക്ഷ ശക്തമാക്കാൻ ശ്രമിച്ചു വരികയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി സംഘർഷപരമാണ്. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ, ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഈ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നതിനായി വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ശക്തമായ നാവികസേനയെ മേഖലയിലേക്ക് വിന്യസിച്ചത്. അതിനാൽ USS ജെറാൾഡ് ആർ ഫോർഡ് ഉണ്ടായ തീപിടുത്തം ഒരു സാധാരണ അപകടം എന്നതിലുപരി വലിയ സുരക്ഷാ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. ചില സുരക്ഷാ വിദഗ്ധർ ഇതൊരു സാങ്കേതിക തകരാറിന്റെ ഫലമായിരിക്കാമെന്നാണ് അമേരിക്കയ്ക്കൊപ്പം വാദിക്കുന്നത്. എന്നാൽ ഇറാൻ അവരുടെ സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ തന്നെയാണ് ഇതിനെ തകർത്തത് എന്ന് വ്യക്തമായി വാദിക്കുന്നുണ്ട്. സമകാലിക യുദ്ധങ്ങളിൽ നേരിട്ടുള്ള ആയുധാക്രമണങ്ങൾക്കൊപ്പം സൈബർ യുദ്ധവും സബോട്ടാജ് പ്രവർത്തനങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ സാങ്കേതികമായി അത്യാധുനിക സംവിധാനങ്ങളാൽ സജ്ജമായ ഒരു വിമാനവാഹിനി കപ്പലിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള ചർച്ചകളും ചൂടുപിടിപ്പിക്കുകയാണ്. എന്നിരുന്നാലും അമേരിക്കൻ നാവികസേന ഈ സംഭവത്തെ നിയന്ത്രണ വിധേയമാക്കിയതായും കപ്പലിന്റെ പ്രവർത്തനക്ഷമതയിൽ വലിയ ബാധയില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണ നടപടികൾ ആരംഭിച്ചതായും സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ സമുദ്രസേനയുടെ പ്രാധാന്യം ഇന്നും അതീവ വലുതാണ്. സമുദ്രപാതകൾ നിയന്ത്രിക്കുന്നതിലൂടെ സാമ്പത്തികവും സൈനികവുമായ മേൽക്കോയ്മ ഉറപ്പാക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ USS ജെറാൾഡ് ആർ ഫോർഡ് പോലുള്ള ഭീമൻ വിമാനവാഹിനി കപ്പലുകൾ വെറും യുദ്ധതന്ത്രങ്ങൾ മാത്രമല്ല, അവ ശക്തിയുടെ പ്രതീകങ്ങളുമാണ്. ചെങ്കടലിൽ നടന്ന ഈ സംഭവം അതുകൊണ്ട് തന്നെ സാങ്കേതിക അപകടമായി മാത്രം കാണാനാകില്ല. അത് ആഗോള സൈനിക മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ യുദ്ധതന്ത്രമായി തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇറാനും അമേരിക്കയും ഉൾപ്പെടുന്ന പ്രാദേശിക ശക്തികളുടെ നീക്കങ്ങൾ അടുത്ത കാലത്ത് ലോകരാഷ്ട്രീയത്തെ എങ്ങനെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നിനി കാണേണ്ടി വരും. ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനങ്ങൾക്കും ഇത്തരം അപകട സാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാനാവില്ല. എന്നാൽ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയെയും തന്ത്രപരമായ കഴിവിനെയും നിർണ്ണയിക്കുന്നത്. ഇനി ഇതിന് ഇറാന് അമേരിക്ക കൊടുക്കുന്ന തിരിച്ചടി എന്താണ് എന്നതാണ് യുദ്ധത്തിന്റെ ദിശ എങ്ങോട്ടാണ് എന്നതിനെ നിർണ്ണയിക്കുന്നത്.